വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ. രണ്ട് യൂസേജസ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, മറ്റൊരാളോട് ഒരു കാര്യം ചെയ്യാൻ എങ്ങനെ റിക്വസ്റ്റ് ചെയ്യാം. രണ്ടാമത്തത്, മറ്റൊരാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എങ്ങനെ നിർത്താൻ പറയാം. അപ്പോൾ നോക്കാം. വിരോധമില്ലെങ്കിൽ ഇതൊന്ന് ചെയ്യാമോ എന്നാണ് ചോദിക്കേണ്ടത്. അതായത് മറ്റൊരാളോട് ഒരു പ്രവൃത്തി ചെയ്യാൻ നമ്മൾ ആവശ്യപ്പെടുകയാണ്. ഈ മറ്റൊരാൾ എന്ന് പറയുന്നത് നമുക്ക് യാതൊരു പരിചയവുമില്ലാത്ത ആളായിരിക്കാം. അതുകൊണ്ട് തന്നെ വളരെ പൊളൈറ്റായിട്ട് വേണം റിക്വസ്റ്റ് ചെയ്യാൻ. അപ്പോൾ എങ്ങനെ പൊളൈറ്റായിട്ട് നമുക്കിത് ചോദിക്കാം? വുഡ് യു മൈൻഡ്, അതായത് വിരോധമുണ്ടോ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിൽ വിരോധമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇത് വെച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും. ഇതൊരു ഉഗ്രൻ യൂസേജ് ആണ്. നമുക്ക് നോക്കാം. വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ, അതായത് നമ്മൾ വല്ല യാത്രയോ മറ്റോ പോവുകയാണെങ്കിൽ നമ്മുടെ അടുത്തിരിക്കുന്ന വ്യക്തിയോട് നമ്മൾ ആ വിൻഡോ ഒന്ന് തുറക്കാമോ, വിരോധമില്ലെങ്കിൽ ആ വിൻഡോ ഒന്ന് തുറക്കാമോ എന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന, അതായത് പ്ലീസ് ഓപ്പൺ ദ വിൻഡോ എന്നാണ് ഇതിൻ്റെ അർത്ഥം. പക്ഷേ അത് കുറച്ചും കൂടെ വിനയത്തോടു കൂടി, കാരണം മറ്റൊരാളോട് നമ്മളൊരു ജോലി ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ വിനയത്തോടു കൂടെ ചോദിക്കാനാണ് വുഡ് യു മൈൻഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെ ചോദിക്കാം? വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ. ഇനി വഴി ചോദിക്കാനായിട്ടും നമുക്ക് ഈ വുഡ് യു മൈൻഡ് ഉപയോഗിക്കാം. അതായത് സ്റ്റേഷനിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കാൻ വുഡ് യു മൈൻഡ് ടെല്ലിംഗ് മീ ദ വേ ടു ദി സ്റ്റേഷൻ. കുറച്ചു നേരം എന്നെ കാത്തു നിൽക്കുന്നതിൽ വിരോധമുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് വുഡ് യു മൈൻഡ് വെയിറ്റിംഗ് ഫോർ സം ടൈം. നിങ്ങളെ സ്വയം ഒന്ന് പരിചയപ്പെടുത്തുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് വുഡ് യു മൈൻഡ് ഇൻട്രൊഡ്യൂസിങ് യുവർ സെൽഫ്. ഇനി ആ ടി വിയുടെ വോളിയം ഒന്ന് കുറയ്ക്കാമോ എന്ന് ചോദിക്കാനായിട്ട് വുഡ് യു മൈൻഡ് റെഡ്യൂസിങ് ദ വോളിയം ഓഫ് യുവർ ടി വി. വിരോധമില്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ഒന്ന് തരാമോ എന്ന് ചോദിക്കാൻ വുഡ് യു മൈൻഡ് ഗിവിങ് യുവർ ഫോൺ നമ്പർ. ഇനി ഈ അഡ്രസ്സിലുള്ള സ്ഥലത്തേക്ക് ഇവിടെ നിന്നും എത്ര ദൂരമുണ്ടെന്ന് ചോദിക്കാനായിട്ട് വുഡ് യു മൈൻഡ് ടെല്ലിംഗ് മീ ഹൗ ഫാർ ഇറ്റ് ഈസ് ടു ദിസ് അഡ്രസ്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഡു യു മൈൻഡ് വെച്ചും ചോദിക്കാം. രണ്ടും അർത്ഥം സെയിം ആണ്. പക്ഷേ വുഡ് യു മൈൻഡ് വെച്ച് ചോദിക്കുന്നതാണ് കൂടുതൽ വിനയം. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന വ്യക്തിയും സന്ദർഭമൊക്കെ മനസ്സിലാക്കി ഇതിൽ ഏത് വെച്ച് ചോദിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എൻ്റെ കൂടെ ഒരു കപ്പ് ടീ കുടിക്കുന്നതിൽ വിരോധമുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് ഡു യു മൈൻഡ് ഹാവിങ് എ കപ്പ് ഓഫ് ടീ. എൻ്റെ കൂടെ ഒറ്റയ്ക്ക് വരുന്നതിൽ വിരോധമുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് ഡു യു മൈൻഡ് കമ്മിങ് അലോങ് വിത്ത് മീ. കുറച്ച് കഴിഞ്ഞ് എന്നെ വിളിക്കാമോ എന്ന് ചോദിക്കാനായിട്ട് ഡു യു മൈൻഡ് കോളിംഗ് ബാക്ക് ലേറ്റർ. കുറച്ചങ്ങ് നീങ്ങിയിരിക്കാമോ എന്ന് ചോദിക്കാനായിട്ട് ഡു യു മൈൻഡ് മൂവിങ് എ ബിറ്റ്. നിങ്ങളുടെ ബാഗ് കുറച്ചങ്ങ് നീക്കി വയ്ക്കാമോ എന്ന് ചോദിക്കാൻ ഡു യു മൈൻഡ് മൂവിങ് യുവർ ബാഗ്. ഇനി ഇത്തരത്തിലുള്ള ഏത് ചോദ്യങ്ങൾക്കും മറുപടിയായിട്ട് ഷുവർ, ഓഫ് കോഴ്സ്, വിത്ത് പ്ലേഷർ എന്നൊക്കെ പറയാം. ഇനി നമുക്കത് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ സോറി എന്ന് പറഞ്ഞാൽ മതി. ഇനി മറ്റൊരാൾ ചെയ്യുന്ന കാര്യം എങ്ങനെ അരുത് എന്ന് ഇതുപോലെ വിനയത്തിൽ പറയാമെന്ന് നോക്കാം. അതായത് ഉച്ചത്തിൽ സംസാരിക്കരുത്. ഇത് ചിലപ്പോൾ ഹോസ്പിറ്റലോ മറ്റോ ആയിരിക്കാം. അപ്പോൾ നമുക്ക് ഉച്ചത്തിൽ സംസാരിക്കരുതെന്ന് പറയാനായിട്ട് വുഡ് യു മൈൻഡ് നോട്ട് ടോക്കിംഗ് ലൗഡ്ലി. ഇനി ഈ വഴിയിൽ നിങ്ങളുടെ ചെരുപ്പ് വെക്കരുത് എന്ന് പറയാനായിട്ട് വുഡ് യു മൈൻഡ് നോട്ട് ലീവിങ് യുവർ ഫുട്വെയർ അറ്റ് ദി എൻട്രൻസ്.
ഓഫീസിൽ വെച്ച് നിങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യരുത് എന്ന് പറയാനായിട്ട് വുഡ് യു മൈൻഡ് നോട്ട് ഡിസ്കസിങ് യുവർ പേഴ്സണൽ പ്രോബ്ലംസ് ഇൻ ദി ഓഫീസ്. ഇനി നമുക്ക് ചെറുതായിട്ട് ഇതിൻ്റെ ഗ്രാമർ തലത്തിലേക്കൊന്ന് പോയി നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കാം, എന്നാലും ഒന്ന് പറയാം. നോക്കൂ, ഇവിടെ ഈ വുഡ് വെച്ചാണ് നമ്മൾ തുടങ്ങുന്നത് അല്ലേ. വുഡ് എന്ന് പറയുന്നത് മോഡൽ ഓക്സിലറി വേർബാണ്. ഇതിൽ വുഡ് കഴിഞ്ഞ് നമ്മൾ പിന്നെ പറയുന്നത് യു, അതാണ് സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റിന് പകരം നമുക്ക് ഹി, ഷീ, ദേ ഒക്കെ ചേർക്കാം. അതുപോലെ ഇവിടെ ചെയ്യാൻ പറയുന്ന പ്രവൃത്തി എപ്പോഴും ING ഫോമിലാണ് പറയുന്നത്, അത് ശ്രദ്ധിച്ചോ. അതായത് ടേക്കിംഗ്, ഹാവിങ്, മൂവിങ്, ഓപ്പണിങ്. സാധാരണ ഇത്തരം ING ഫോമിലുള്ള വേർബ്സ് കണ്ടിന്യൂസ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ ഇതിന് പറയുന്ന പേര് ജെറണ്ട് എന്നാണ്. കാരണം ഇത് വേർബല്ല, ജെറണ്ട്. ING ഫോമിൽ ടെൻസിലല്ലാതെ ഉപയോഗിക്കുന്ന വേർബ്സിനെ പറയുന്ന പേരാണ് ജെറണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരു ഉഗ്രൻ യൂസേജുമായി ഞാൻ വീണ്ടും വരാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്യുക. ഓക്കെ, ബൈ.